അങ്ങനെ അതിരപ്പള്ളിയിലെ കാട്ടാന ദൗത്യം അത് ആദ്യഘട്ടം വളരെ വിജയകരമായി പൂർത്തിയായി. വളരെ സങ്കീർണമായ ഒരു സ്ഥിതി എന്ന് വിശേഷിച്ചെടുത്ത് വളരെ വേഗത്തിൽ തന്നെ ആനയെ പിടികൂടാനും കോടനാട്ടേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആദ്യം തന്നെ അതിനൊരു പ്രാഥമിക ചികിത്സ ഉറപ്പാക്കിയിട്ടുമുണ്ട്. ഇപ്പോൾ അവനെ നേരത്തെ നമുക്ക് ഈ വിഷ്വൽ കാണാൻ പറ്റിയിരുന്നില്ല. ഇത് ആനയെ കൊണ്ടുവന്നതിന് ശേഷം ഇറക്കുകയാണ്. കോടനാട് അഭയാരണ്യത്തിലേക്ക് എത്തിച്ച ആനയെ വണ്ടിയിൽ നിന്ന് ഇറക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. DFO പറഞ്ഞിരുന്നു അവനും ഒന്ന് സഹകരിച്ച പോലെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇറങ്ങിയെന്ന് പറഞ്ഞത്. ഈ മുറിവേറ്റ് നിൽക്കുകയാണെങ്കിലും അത്തരം ക്രമശക്തനാകാത്ത രീതിയിലേക്ക് എല്ലാത്തിനോടും സഹകരിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത്. കുങ്കിയാനകളുടെ കൂടിയൊക്കെ സഹായത്തോടു കൂടിയാണ് കൂട്ടിലേക്ക് അവനെ മാറ്റുന്നത്. ആദ്യമേ മയക്കുപിടിയേറ്റ് കുറച്ച് കഴിഞ്ഞ് വീണുപോയെങ്കിലും പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നിൽക്കുന്നു എന്നാണ് അരുൺ സക്രിയ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ഇതൊരു എല്ലാവിധ ട്രീറ്റ്മെന്റും ചെയ്തു. ഇതിന് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ മുറിവ് ആഴത്തിലുള്ള വലിയൊരു മുറിവാണ്. അപ്പോൾ അതിൻ്റെ പഴുപ്പുണ്ട്, അതിൻ്റെ സെപ്റ്റിസീമിയ എന്ന കണ്ടീഷൻ ഉണ്ട് ആനയ്ക്കുണ്ട്. അപ്പോൾ അത് ഇത് ചെയ്യാനുള്ള മരുന്നൊക്കെ കൊടുത്തു. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1.5 മാസം കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും നിരീക്ഷണവും അത്തരം കാര്യങ്ങളായ തരത്തിൽ തീർച്ചയായിട്ടും ഫുൾ ടൈം ഇവിടുത്തെ ഡോക്ടറുണ്ട്, പുള്ളിയാണ് കംപ്ലീറ്റ് ആയിട്ട് അവിടെ നോക്കുക. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മോണിറ്ററിംഗ് ട്രീറ്റ്മെന്റാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ചികിത്സാ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അതിനകത്ത് ഇന്നത്തെ ഒബ്സർവേഷൻ വെച്ചിട്ട് നമ്മളൊരു ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്. ഒരു പാനൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് വേറെ പലരോടും ഡിസ്കസ് ചെയ്തിട്ട് നമ്മളൊരു ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് റെജിം ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഫോളോ അപ്പ് ചെയ്യും. സാധാരണ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോഴേ ഈ മുറിവ് കാണുമ്പോൾ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീതി തോന്നും. അത്രത്തോളം മുറിവുണ്ട്. സാധാരണ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം എക്സ്പീരിയൻസ് നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഉണ്ട്, അതിൻ്റെ ഒരു ഗ്രാവിറ്റി എങ്ങനെയാണ്. അല്ല, ഇത് കാട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ പ്രകൃതി നിർദ്ധാരണം, അതായത് നാച്ചുറൽ സെലക്ഷന്റെ ഭാഗമാണ് കൊമ്പനാനകൾ കൂട്ടിമുട്ടുക എന്നുള്ളത്. ഓക്കെ, അതിലേറ്റവും നല്ല സക്സസ്ഫുൾ ആവുന്ന ആനയാണ് ബ്രീഡിയ. ഓക്കെ, എസ്പെഷ്യലി ഇപ്പോൾ ബ്രീഡിംഗ് സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾ 12 ആനയുടെ പോസ്റ്റ്മോർട്ടമാണ് ചെയ്തത്, ഇതുപോലെ ഇൻഫൈറ്റിന്റെ മുകളിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഇതായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഇതിങ്ങനെ ഒരു പബ്ലിക് ഇത് മീഡിയയിൽ വരികയും പിന്നെ എന്താ പറയുക ഒരു സഹതാപം വരികയും ചെയ്ത സ്ഥിതിക്ക് നമ്മൾ ഇന്റർവ്യൂ ചെയ്യണമെന്ന് ഗവൺമെന്റ് തീരുമാനിക്കുകയും നമ്മൾ ചെയ്യുക ചെയ്തത്. ഇപ്പോൾ മയക്കം വിട്ടു മാറിയോ? മയക്കം പൂർണ്ണമായിട്ടും വിട്ടുമാറിയിട്ടില്ല, ചെറിയൊരു സജഷൻ. ഒരു 5 മണിക്കൂറോളം എടുക്കും കംപ്ലീറ്റ് ആയിട്ട് റേഞ്ച് ചെയ്യാൻ. തീർച്ചയായിട്ടും അത് വേറെ ബുള്ളിന്റെ കൂടെയായിരുന്നു. അത് അതിനെ പുഷ് ചെയ്തപ്പം താഴെ വീണ സമയത്ത് നമുക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. കാരണം ഒരുപാട് കല്ലൊക്കെ ഉള്ള ഏരിയയാണ്, അതിൻ്റെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഒന്നും പേടിക്കാണ്ടായിരുന്നില്ല. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടി. ഞങ്ങൾക്ക് ആ കിടന്ന സ്ലീപ്പിൽ തന്നെ ഞങ്ങൾക്ക് ആ കംപ്ലീറ്റ് വൂണ്ട് ഡ്രസ് ചെയ്യാൻ പറ്റി. സ്റ്റാൻഡിങ്ങിലല്ലാതെ തന്നെ ചെയ്യാൻ പറ്റി. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. 1.5 മാസത്തെ ഒരു ട്രീറ്റ്മെന്റ് പ്ലാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. തൽക്കാലം ഇന്നത്തെ കണ്ടീഷൻ നമ്മൾ കംപ്ലീറ്റ് എക്സാമിൻ ചെയ്തു. എല്ലാ ഡോക്ടേഴ്സും നോക്കി ആ വൂണ്ടിന്റെ കണ്ടീഷൻ, അതിന്റെ പ്രോഗ്നോസിസ് എല്ലാം നോക്കിയിട്ട് നമ്മളൊരു ട്രീറ്റ്മെന്റ് റെജിം ഉണ്ടാക്കണം. അങ്ങനെയൊന്നുമില്ല. ബുൾസ് അവർ ഒരുമിച്ച് പോകുന്നതാണ്. പ്രൊട്ടക്ട് ചെയ്യാനൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ വികാരങ്ങളൊന്നും ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് കൂടെ ഉണ്ടാവും. അത് പുഷ് ചെയ്യാൻ നോക്കി അത് വീണു. ഇവിടെ എത്തിച്ച ഘട്ടത്തിൽ കൂട്ടിലേക്ക് കയറ്റിയപ്പോൾ എങ്ങനെയായിരുന്നു അതിന്റെ ദൃശ്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്? വളരെ കൂളായി തന്നെ, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സ്ട്രഗിളും ഇല്ലാണ്ടായിരുന്നു. നിങ്ങൾ നോക്കിയാറിയാം, കൂടിന് ഇടിക്കുന്ന പോലുമില്ല. ഓക്കെ, മയക്കത്തിന്റെ അല്ല. ഈ സമയത്ത് ഇപ്പം പുഷ് ചെയ്യേണ്ട സമയമായി, കാരണം കോൺഷ്യസ് ആയി. അതൊന്നും ഉണ്ടായിട്ടില്ല. അതിനാണ് നമ്മൾ ഈ ഇതുകൊണ്ടുള്ള ക്രോൾ ഉണ്ടാക്കുന്നത്. കാരണം ഇത് ചതഞ്ഞിരിക്കത്തേ ഉള്ളൂ. ആനിമലിനും ഇഞ്ചുറി പറ്റില്ല, കൂടും പോകത്തില്ല. അതുകൊണ്ടാണ് ഈ യൂക്കാലി വെച്ചിട്ട് നമ്മൾ കൂടുണ്ടാക്കുന്നത്. സാധാരണ ഒരു ആനിമല് കൂട്ടി കയറി കഴിഞ്ഞാൽ 2 തവണയെങ്കിലും അറ്റംപ്റ്റ് ചെയ്യും. ഈ ആനിമൽ വളരെ വളരെ കൂളാണ്. ക്ഷീണിച്ചതിൻ്റെയാണ്. അല്ല, അത് ഞാനല്ല തീരുമാനിക്കുന്നത്. അത് ഗവൺമെന്റ് പോളിസിയാണ്. കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യും. അതായത് കിടന്ന് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഒരു ഗുണം അതാണ് കിട്ടിയത്. കംപ്ലീറ്റ് ഡ്രസ് ചെയ്യാൻ പറ്റി. കംപ്ലീറ്റ് പഴുപ്പ് നീക്കം ചെയ്തു. മരുന്ന് വെച്ചു, ട്രീറ്റ് ചെയ്തു, ആന്റിബയോട്ടിക്സും എല്ലാം കൊടുത്തു, ഇഞ്ചക്ഷൻസും എല്ലാം കൊടുത്തു, റിവേഴ്സ് ചെയ്തു. എന്നിട്ട് കൂട്ടി 1 അടിയോളം ആഴത്തിലുണ്ട്. ത്രട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് ആനിമൽ അതിന്റെ പഴുപ്പ് സെപ്റ്റിസിമിക് ആണ്. അതെങ്ങനെ ബാക്കി ഓർഗൻ എങ്ങനെയൊക്കെ ബാധിച്ചിട്ടുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. തലച്ചോറിലേക്ക് കയറിയിട്ടില്ല. അതായത് തലയോട്ടിയിലാണ്. തലച്ചോറിനകത്തേക്ക് കയറില്ല. അതാണ് നമുക്ക് തലച്ചോറിലാണ് കയറുകയാണ്. തുമ്പിക്കൈയൊക്കെ പാരാലിസിസ് വരും. അപ്പൊ അതൊന്നും വന്നില്ല. അതായത് നമുക്കൊരു കിട്ടിയൊരു പ്ലസ് പോയിന്റ് അതായിരുന്നു. തീർച്ചയായിട്ടും ഇതൊരു ടീം വർക്ക് അല്ലാതെ നടക്കില്ലല്ലോ. ഒരു വ്യക്തിക്ക് ഒരായിട്ട് ചെയ്യുന്ന കാര്യമല്ല, ഒരു മൊത്തം ടീമാണ്. അത് ഓഫീസ് സ്റ്റാഫ് ഉണ്ട്, ഫോറസ്റ്റ് സ്റ്റാഫ് ഉണ്ട്, ഫോറസ്റ്റിലെ ഡോക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് ട്രാക്കേഴ്സ് ഉണ്ട്, ഒരുപാട് ആൾക്കാർ കൂടിയിട്ടുള്ള ഒരു കമ്പൈൻഡ് എഫേർട്ടാണ് ഇത്. ടീം വർക്ക്. അല്ല, ഗുണം ചെയ്തോന്നല്ല നമുക്ക് പറയാം. നമുക്ക് ആദ്യം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നത് അന്ന് ചെറിയൊരു മുറിവായിരുന്നു. ആദ്യം അറ്റംപ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളൊരു സിംഗിൾ ക്യാപ്റ്റിവിറ്റിയിൽ കൊണ്ടുവരാൻ നമുക്ക് താല്പര്യമില്ല.
ആനിമലിനെ പിടിച്ച് കൊണ്ടുവരുന്നത് താല്പര്യമില്ല. അതിൽ നമ്മൾ ആദ്യം ചെയ്യുന്നതാണ് സിംഗിൾ ടൈം ട്രീറ്റ്മെന്റ് കൊടുക്കുക ചെയ്യും. അതിന് റെസ്പോൺസും ഉണ്ടായിരുന്നു, ഒരാഴ്ച നല്ല ഹീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് അത് ഫ്ലെയർ അപ്പ് ചെയ്തു, വളരെ പെട്ടെന്ന് അത് കൂടി, പഴുപ്പ് കൂടി, അത് പെട്ടെന്നൊരു സിറ്റുവേഷനിലേക്ക് പോയി. അല്ല, മാഗറ്റാണ്, പുഴു ഉണ്ടായിരുന്നു, ഒരുപാട് സൈനസിനകത്ത് കംപ്ലീറ്റ് പുഴു ഉണ്ടായിരുന്നു. അല്ല, അത് രണ്ടും ഒരുമിച്ചായിരുന്നു സംഭവം. അത് കുത്തിന്റെ രണ്ട് ഹോൾസ് ആയിട്ട് മാത്രമേ ഉള്ളൂ, ഒറ്റ സിംഗിൾ വൂണ്ടാണ്. അതാ ഇതായി മാറി. ഓക്കെ, താങ്ക് യു. ഡോക്ടർ അരുൺ സക്കറിയാണ് ചേർന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. നമ്മൾ നേരത്തെ കണ്ടത് ദൃശ്യങ്ങളാണ്. അതായത് ഈ മസ്തകത്തിൽ പരിക്കേറ്റ കാട്ടുകൊമ്പനെ ഇവിടെ എത്തിച്ചപ്പോൾ ലോറിയിൽ നിന്ന് ഈ കൂട്ടിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. വളരെ ഈസിയായി, വളരെ കൂളായി തന്നെ കയറ്റാൻ കഴിഞ്ഞു എന്നതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ആന കയറുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടു. സാധാരണഗതിയിലൊക്കെ തന്നെ ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് ഇവിടെ എത്തി ഈ കൂട്ടിലേക്ക് കയറ്റുന്നത്. പക്ഷേ ഇവിടെ അതുണ്ടായില്ല. ആ തരത്തിൽ തന്നെ കൂട്ടിലേക്ക് കയറ്റാൻ ആനയെ സാധിച്ചു. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പഴുപ്പ് പൂർണ്ണമായും തന്നെ നീക്കം ചെയ്തതായി ഡോക്ടർ വ്യക്തമാക്കുകയാണ്. കിടന്ന് കിട്ടിയത് കൊണ്ട് നന്നായി തന്നെ ഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞു. ഇനി ഒരു 1.5 മാസത്തെ ട്രീറ്റ്മെന്റ് പ്ലാനാണ്. അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് പ്ലാനിലൂടെ ഇക്കാര്യങ്ങൾ ഭേദമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് വനം വകുപ്പിനും മറ്റും ഉള്ളത്. എന്തായാലും പൂർണ്ണമായും ഈ ലൈഫ് ത്രെട്ട് ഒഴിവായി എന്ന് പറയാൻ കഴിയില്ല. മറ്റു കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇവിടെ വരെ എത്തിച്ചത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമായിരുന്നു. വെല്ലുവിളികൾ നിറഞ്ഞ ശ്രമകരമായ ദൗത്യം പൂർത്തിയാക്കി ഈ ആനയെ ഇവിടെ എത്തിച്ച് കൂട്ടിലാക്കി. ഇനി വനം വകുപ്പിന്റെ കൈകളിലാണ്. 1.5 മാസത്തെ ട്രീറ്റ്മെന്റ് പ്ലാനാണ്. ഇപ്പോൾ കണ്ടില്ലേ, നേരത്തെ ഡോക്ടർ അരുൺ സക്കറിയ സൂചിപ്പിച്ചതാണ്. അത്തരത്തിൽ ചിലപ്പോൾ ആന ഈ കാൽ, അതായത് കുത്തി മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അത് കൊണ്ടാണ് ഇത്രയധികം ഈ യൂക്കാലി മരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് പൂർത്തിയാക്കുന്നത്. കാരണം ഈ ഡോസ് വിട്ടുമാറുന്ന ഘട്ടത്തിൽ ആന ഈ കൂട്ടിനകത്ത് പരിഭ്രാന്തനാകുമ്പോൾ കൊമ്പ് വെച്ച് ഈ കൂട് തള്ളി മറയ്ക്കാൻ ശ്രമിക്കും. പക്ഷേ അത് വീഴാൻ സാധ്യതയില്ല ഒരു തരത്തിലും. കാരണം അത്രത്തോളം ശക്തിയായിട്ടുള്ള ഈ മരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, യൂക്കാലി മരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് പൂർത്തിയാക്കിയിരിക്കുന്നത്. അങ്ങനെ ഏകദേശം ഒരു 1.5 മാസത്തെ ട്രീറ്റ്മെന്റിലൂടെ ഈ കാര്യങ്ങൾ കഴിയും. നല്ല ആഴത്തിലുള്ള മുറിവുണ്ട്. അത് മറ്റിടങ്ങളിലേക്ക് ബാധിച്ചിട്ടില്ലെന്നാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. എന്തായാലും ചികിത്സ നൽകും. ആന്റിബയോട്ടിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിക്കൊണ്ട് ഈ ചികിത്സ പൂർത്തിയാക്കുകയാണ് വനവകുപ്പിന്റെ ലക്ഷ്യം. എന്തായാലും ശ്രമകരമായിട്ടുള്ളൊരു ദൗത്യം അതിന്റെ ഏറ്റവും നിർണായക ഘട്ടം പൂർത്തിയാക്കി. കാരണം ഇവിടെ എത്തിച്ചു. അതിനുശേഷം ഇനി അങ്ങോട്ട് വിദഗ്ധ ചികിത്സയുടെ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ വളരെ സസൂക്ഷ്മം തന്നെ ഇക്കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് വനംവകുപ്പും വെറ്ററിനറി ഓഫീസർമാരും ഡോക്ടർമാരും ഒക്കെ തന്നെ ഇക്കാര്യങ്ങൾ പൂർത്തിയാക്കും. ആന നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കൂടിനകത്ത് അല്പം പരിഭ്രാന്തനാകാനുള്ള സാധ്യത സ്വാഭാവികമാണ്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. എന്തായാലും യൂക്കാലി മരങ്ങൾ കൊണ്ട്, ഇവിടെയാണ് നേരത്തെ അരിക്കൊമ്പന് ഉള്ള കൂട് ഉണ്ടായിരുന്നത്. ആ കൂട് പൊളിച്ച്, അത് ബലക്ഷയമുണ്ടെന്ന് കണ്ട് പൊളിച്ച് അതിനുശേഷം പുതിയ യൂക്കാലി മരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൂട് തീർത്തതാണ്. ഇവിടെ ഏകദേശം ഒരു 10:45 കൂടിയാണ് ഈ കാട്ടുകൊമ്പനെ എത്തിച്ച ശേഷം ഈ ലോറിയിൽ നിന്ന് ഈ കൂട്ടിലേക്ക് ഇറക്കുകയാണ് ചെയ്തത്. അതും ഒരു പ്രധാനപ്പെട്ട ഒരു ദൗത്യം തന്നെയായിരുന്നു. ഈ കൂട്ടിലാക്കുക, അവിടെ വരെ ആക്കുക എന്നത് സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട കടമ്പയായിരുന്നു. ഇനി ഇവിടെ നിന്ന് ചികിത്സയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ചെയ്യാൻ കഴിയും. അതാണ് വനംവകുപ്പ് ഇപ്പോൾ അറിയിക്കുന്നത്. ഡോക്ടർ അരുൺ സക്കറിയും ഇതാണ് സൂചിപ്പിക്കുന്നത്. അതിന്റെ കാര്യങ്ങളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ കാട്ടുകൊമ്പൻ ഈ കൂടിനകത്ത് വളരെ നല്ല രീതിയിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു. എപ്പോഴും വനംവകുപ്പും മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള നിരീക്ഷണം ഇക്കാര്യങ്ങളിൽ ഉണ്ടാകും.